അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു യൂഷികു അഹ്ലുൽ ഇറാഖി അല്ലാ യുജ്ബാ ഇലൈഹിം ഫകീസും വലാ ദർഹം. ഇറാഖ് നിവാസികളെ നിങ്ങളിലേക്ക് ഒരു ഗോതമ്പ് മണി പോലും വരാത്ത രീതിയിൽ ഇറാഖിനെ സാമ്പത്തിക ഉപരോധം കെട്ടിവരിയുന്ന ഒരു കാലം വരാതെ ലോകാവസാനം മൂന്നാം ലോകമായുധത്തിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്. ഇറാഖികൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ തടയപ്പെടും നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു. സദ്ദാം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേര് ആരാ സദ്ദാമെന്നറിയോ? ഒരു കാലഘട്ടത്തിൽ സമ്പത്തും അധികാരവും എന്ന് കുമിഞ്ഞുകൂടിയപ്പോ സഹോദരങ്ങളെ ഇറാഖിന്റെ ഭരണാധികാരികം കയ്യിൽ കിട്ടിയപ്പോ എല്ലാം പാടെ മറന്ന് പടച്ചറപ്പിനെ അവഗണിച്ചിട്ട് ഞങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ വലിച്ചെറിയുകയാണ്, ഞങ്ങൾക്ക് പച്ച രാഷ്ട്രീയം, ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയം മതി എന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങളെ ബഅസ് പാർട്ടി രൂപീകരിച്ചിട്ട് റൈഹാലിന്റെ മുകളിൽ ഇറാഖിന്റെ മതിലുകളിൽ മുഴുവൻ റൈഹാലിൽ ഇരിക്കുന്ന ഖുർആന്റെ ചിത്രം വരച്ചിട്ട് അതിന്റെ താഴ്ഭാഗത്ത് ഞങ്ങൾ ഖുർആൻ വലിച്ചെറിയുകയാണ്, ഞങ്ങൾക്ക് രാഷ്ട്രീയം മതി എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ദീനിനെ തള്ളി പറഞ്ഞ് ഇറാഖിന്റെ നഗര കവാടങ്ങളിൽ കോടിക്കണക്കിന് ഡോളർ വെച്ചിട്ട് പ്രതിമയുണ്ടാക്കിയ സദ്ദാം, ആ സദ്ദാമിന്റെ പേര് പറഞ്ഞ്. പക്ഷേ ഈ സദ്ദാമിന് വേറൊരു മുഖമുണ്ട്. മലപ്പുറം ശുഹദാക്കളുടെ ചോരയും ഞരമ്പുമുള്ള മക്കള് ഈ സദ്ദാമാരെന്നറിയോ? ലോക ചരിത്രത്തിൽ ഒരു മുസ്ലിമിന്റെ പുഞ്ചിരിക്ക് സാമ്രാജ്യത്വത്തിന്റെ കൊട്ടാരത്തെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിഞ്ഞെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ട് ആയുധത്തെക്കാൾ വലിയുന്ന പുഞ്ചിരി, ആ പുഞ്ചിരി കൊണ്ട് സാമ്രാജ്യത്തെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സാമ്രാജ്യത്തിന്റെ നെഞ്ചു പിളർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹിറ്റ്ലറിനല്ല, മുസോളിക്കല്ല, സാക്ഷാൽ ചെഗുവേരക്കല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൂക്ക് കയറ് മുമ്പിൽ കിടന്ന് ആടുമ്പോ ആ സമയത്ത് കണ്ണു മൂടി കെട്ടിയിട്ട് കൈപുറകോട്ട് കെട്ടി അമേരിക്കയുടെ നായകൾ മുഴുവനും പിടിച്ചുകൊണ്ടുവരുമ്പോ കാലിൽ കിടക്കുന്ന ബൂട്ട്സിനേക്കാൾ കറുത്ത മനസ്സുള്ള അമേരിക്കൻ പട്ടാളക്കാര് തൂക്കുകയറിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു ബലിപ്പെരുന്നാളിന്റെ ദിവസം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ മൃതബലി ഇറക്കുമ്പോ ആ സമയത്ത് സദ്ദാമിന്റെ നരബലി നടത്തി അമേരിക്കയുടെ തൂക്കുകയറിന്റെ മുമ്പ് എന്റെ മുഖത്ത് നിന്ന് കറുത്ത ശീലമാട്ടടാന്ന് പറഞ്ഞ് കണ്ണു തുറക്കുമ്പോ മുമ്പിൽ കിടക്കുന്ന കൊലക്കയറിനെ സുന്ദരി പെണ്ണിന്റെ കഴുത്തിലെ വിവാഹമാല പോലെ എടുത്തളഞ്ഞിട്ട് തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നേരെ ഒരൊറ്റ പുഞ്ചിരി കൊണ്ട് ലോക ചരിത്രത്തിരിടം നേറിയ ഒരു മനുഷ്യന്റെ പുഞ്ചിരിക്ക് ഒരു സാമ്രാജ്യത്തെ തകർക്കാൻ കഴിഞ്ഞെങ്കിൽ അത് സദ്ദാം അങ്ങ് ധീരനാണ്. അത് ഇറാഖിന്റെ പുത്രൻ സദ്ദാം ഹുസൈൻ മാത്രമാണ്. സഹോദരങ്ങളെ ആ സദ്ദാമിന്റെ പേര് പറഞ്ഞ് ഇറാഖിൽ ഭക്ഷ്യക്ഷാമമുണ്ടായി. വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത് ഞാൻ കണ്ടതാണ്, നാം പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറഞ്ഞു, സുമ്മ യൂഷികു അഹില ശാം, ശാം നിവാസികൾ കടുത്തിരിക്കുകയാണ്. അല്ലാ യുജ്ബാ ഇലൈഹിം ദീനാറും വലാ മുദിയുൻ, അവർക്കൊരു സ്വർണ്ണ നാണയം പോലും കിട്ടില്ല. അഹിലു ശാമിന്റെ മേൽ ഉപരോധം വരാൻ പോവുകയാണ്. മിൻ ഐന ദാലിക യാ റസൂലല്ലാഹ്, അതെവിടെ നിന്നാണ് നബിയെ? ആ സമയത്താണ് റസൂലുള്ളാഹി പറഞ്ഞത്, മിൻ കിബരി റൂമി, റോമയുടെ ഭാഗത്ത് നിന്ന്, യൂറോപ്പിന്റെ ഭാഗത്ത് നിന്ന്, അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഷാമിനെ ഉപരോധിക്കാൻ പോകും. ലോകാവസാനത്തിൽ ഇറാഖിന്റെ അടയാളം കണ്ടവര് ഇന്നും ഐക്യരാഷ്ട്രസഭയുടെ ഉണക്കപ്പത്തിരിക്ക് വേണ്ടി ഭക്ഷ്യക്ഷാമത്തിന്റെ ഇടയിൽ ഞെരിഞ്ഞു വീഴുന്ന ഇറാഖികളെ കണ്ടവര് നിങ്ങൾ പത്രം വായിക്കുമെങ്കിൽ, ടിവിയിലെ വാർത്ത കാണുമെങ്കിൽ ഷാമുകാർക്കും വരാൻ പോവുകയാണ്. ഏതാണ് ഷാം എന്നറിയോ? ആ ഷാമിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് നമ്മുടെ ഇന്നത്തെ സിറിയ, ബഷാർ അസദിന്റെ സിറിയ. ആ ഷാമിൽ ഉൾപ്പെട്ട പ്രദേശമാണ് സിറിയ. മിനിങ്ങാന്ന് 28 സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടത്. UN ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം പാസ്സാകുകയാണ്. അറബ് ലീഗ് പോലും എതിർക്കുകയാണ്. ബഷാർ അസദിന്റെ ഏകാധിപത്യ പ്രവണതക്കെതിരെ സഹോദരങ്ങളെ ഏത് ഭാഗത്ത് നിന്നും ഒരു വലിയ കാർമേഘം ഉരുണ്ടു വരുമ്പോ ഈ 2012 ഓഗസ്റ്റ് 5 അഹമ്മദ് കബീർ ബാഖവി പ്രസംഗിക്കുകയാണ്, സിറിയയും ഉപരോധത്തിൽ ഏർപ്പെടാൻ പോകുന്നുവെന്ന്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സങ്കീർണമാവുകയാണ്. നയതന്ത്ര തലവൻ കോഫി അന്നാൻ രാജിവെച്ചു കഴിഞ്ഞു. ഒരു വലിയ യുദ്ധസമാന സിറിയയുടെ നേരെ ഉരുണ്ടുകൂടുകയാണ്. അല്ലാഹുവേ ഞങ്ങളുടെ സിറിയയിലെ സഹോദരങ്ങളെ കാക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ സിറിയയിലെ സഹോദരങ്ങളെ കാക്കണേ അല്ലാഹുവേ. ഇതിനേക്കാളും വലിയ അമ്പരപ്പിക്കുന്ന അടയാളങ്ങളുണ്ട്. ഇസ്രയേലിന്റെ എയർപോർട്ടിൽ ദജ്ജാൽ കൊല്ലുന്ന സംഭവമുണ്ട്. ഇൻഷാ അല്ലാഹ്, Allah, സഹോദരങ്ങളെ പറയാം. പക്ഷേ സിറിയ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയോ? 20 വർഷങ്ങൾക്ക് മുമ്പ് 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 20 വർഷങ്ങൾക്ക് മുമ്പ്
നിങ്ങളിപ്പോ വിശപ്പിന്റെ കാഠിന്യതയിലാണ്, ഞാനും വിശപ്പിന്റെ കാഠിന്യതയിലാണ്. അള്ളാഹു അതിന് പ്രതിഫലം തരട്ടെ. സഹോദരങ്ങളെ നിങ്ങളറിയണം, സഹോദരങ്ങളെ നിങ്ങളറിയണം, സൗദി അറേബ്യയുടെ ചാനല്, സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ലോകത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് സൗദി ചാനലിൽ. കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ റമദാൻ 11 സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി സൗദി TV ചാനലിൽ ചോദ്യത്തിന് മറുപടി പറയുമ്പോ ആ സമയത്തൊരു ചോദ്യം വന്നു. ആരുടെ എന്നറിയോ? സോമാലിയക്കാരന്റെ. അദ്ദേഹത്തോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട ശൈഖ് അവറുകളെ, സാധാരണ ഇടയത്താഴം കുടിച്ച് നോമ്പ് പിടിക്കണം, നോമ്പ് തുറന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കണം, അതല്ലേ റസൂലുള്ളാഹിയുടെ സുന്നത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അതല്ലേ? പക്ഷേ ഇടയത്താഴം കുടിക്കാതെ നോമ്പ് തുറക്കാതെ ആരെങ്കിലും ഒരു നോമ്പ് പിടിച്ചാ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കിട്ടുമോ? സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി പൊട്ടിക്കരഞ്ഞു പോയി. താഴെ എഴുതുകയാണ്, കഴിക്കാത്തത് കൊണ്ടല്ല, ഇടയത്താഴം കുടിക്കാനൊരു ഗോതമ്പ് പണി ഞങ്ങളുടെ നാട്ടിലില്ല, നോമ്പ് തുറക്കാനൊരൽപ്പം ഭക്ഷണം ഞങ്ങളുടെ വീട്ടിലില്ല, ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ ഉപരോധത്തിൽപ്പെട്ട് യുദ്ധക്കെടുതിയുടെ യുദ്ധാനന്തര കെടുതികൾ അനുഭവിക്കുകയാണ്. സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും പോലെയുള്ള വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒട്ടകത്തിന്റെ മലദ്വാരത്തിന് വായ വെച്ചിട്ട് ചാണകം തിന്നുന്ന സോമാലിയക്കാരനായ മനുഷ്യന്റെ ചോദ്യം, കഴിക്കാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല, ഇടയത്താഴം കുടിക്കാതെ നോമ്പ് തുറക്കാനില്ലാതെ നോമ്പ് പിടിച്ചാൽ ഞങ്ങളുടെ നോമ്പിന് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമോ? തൊലിക്കല്ലേ നിറം വ്യത്യാസമുള്ളൂ, തൊലിക്കല്ലേ നിറം വ്യത്യാസമുള്ളൂ. നമ്മളൊക്കെ ഇവിടെ നന്നായിട്ട് ആകരിച്ചു മതിക്കുമ്പോ നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ ഇതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മറക്കല്ല മലപ്പുറംകാരെ, നിങ്ങളുടെ തൊട്ടടുത്താണ് വാപ്പ മരിച്ചിട്ട് ഉമ്മ ക്യാൻസർ ബാധിച്ച് കിടന്നപ്പോ